സംഗീത ചികിത്സ, മ്യൂസിക് തെറാപ്പി എങ്ങനെയാണ് അത് നമുക്ക് പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാനുണ്ട്. യഥാർത്ഥമായ ഒരു മ്യൂസിക് തെറാപ്പി ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പ്രത്യേകമായ ഒരു സെമി ഡാർക്ക് റൂം, അതുപോലെ തന്നെ ഇരിക്കുവാനും അല്ലെ ഒരുപക്ഷെ കിടക്കുവാനും ഉള്ള സൗകര്യങ്ങൾ ഒക്കെ നമുക്ക് വേണം. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഒരുപാട് എക്യുപ്മെന്റ്സ് അതിനകത്ത് ആവശ്യമുണ്ട്. അത് കൂടാതെയും മ്യൂസിക് തെറാപ്പി ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. മ്യൂസിക് തെറാപ്പി എവിടെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നത്? ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, തെറാപ്പി സെന്ററുകൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇവിടെയൊക്കെ മ്യൂസിക് തെറാപ്പി നമുക്ക് ഉപയോഗിക്കാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരനായ ഒരാൾക്ക് എങ്ങനെയാണ് സംഗീത ചികിത്സ പ്രാപ്യമാക്കുന്നത്. സംഗീത ചികിത്സ എന്നത് നമ്മൾക്ക് സന്തോഷം നൽകുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അതൊരു ചികിത്സയെന്നോ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. ഒരു മൂളിപ്പാട്ട് പാടുവാനോ അല്ലെ ഒരു വരി, ഒരു ഈരടി പാടുവാനോ, ഒരു പാട്ട് ആസ്വദിക്കുവാനോ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സാണ് നമ്മളോട് പറയുന്നത്, നീ ഒരു പാട്ട് പാടും, നീ ഒരു പാട്ട് പാടും, ആ പാട്ട് ഞാനൊന്ന് കേട്ട് ആസ്വദിക്കട്ടെ, എൻ്റെ മനസ്സൊന്ന് കുളിർ അണിയട്ടെ, ഒരു കുളിർമ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ മനസ്സിന് സന്തോഷം ആവശ്യമായി വരുമ്പോഴാണ് നമ്മൾ മൂളിപ്പാട്ട് പാടുന്നത്, ഈരടികൾ പാടുന്നത്, ചിലപ്പോൾ നല്ല ഒരു സിനിമാ ഗാനം പാടുന്നത്, അല്ലെ മറ്റൊരു ഗാനം, ഒരു നാടൻ പാട്ട് പാടുന്നത്. ഇതെല്ലാം ഒരു സാധാരണക്കാരന് പ്രാപ്യമാക്കാവുന്ന ഒന്നാണ്. അത് സംഗീത ചികിത്സയാണ്. അപ്പൊ ഈ പ്രവർത്തനങ്ങളിൽ നാം അറിയാതെ വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചുണ്ടിൽ ഇങ്ങനെ മൂളി മൂളി നടക്കുക, ഇതൊക്കെ പാടും, മൂളിപ്പാട്ടുകൾ പാടും, ചിലപ്പോൾ ഈരടികൾ പാടും. ഇതൊക്കെ മനുഷ്യന് ആവശ്യമായ ഒരു തെറാപ്പിയായി മാറുന്നത് അപ്പോഴാണ്. മനസ്സ് ആവശ്യപ്പെടുമ്പോഴാണ് നമ്മൾ മൂളിപ്പാട്ട് പാടുന്നത്. നമുക്ക് സന്തോഷം മനസ്സിന് വേണമെന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ പാട്ട് കേൾക്കുന്നത്, ആസ്വദിക്കുന്നത്. പാട്ട് പാടുക എന്ന് മാത്രമല്ല, പാട്ട് പഠിക്കുക, അത് ഏറ്റുപാടുക, ശാസ്ത്രീയ സംഗീത ക്ലാസ്സിനിരിക്കുക, അധ്യാപകൻ പാടുന്നതും കുട്ടികൾ പാടുന്നതും ഒക്കെ കേൾക്കുക, നമ്മൾ അത് ഏറ്റുപാടുക. ഫ്രണ്ട്സിന് വേണ്ടി ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ നമ്മൾ അറിയാവുന്ന രീതിയിൽ ഒരു പാട്ട് പാടും. അപ്പൊ നമ്മൾ വിലയിരുത്തുന്നത് യേശുദാസ് പാടുന്നത് പോലെയോ ചിത്ര പാടുന്നത് പോലെയോ ഒക്കെ പാടുമോ എന്ന് നമ്മൾ വിലയിരുത്തുന്നത്. അതിന് നേരെ ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, കുട്ടികൾ ഏത് ക്ലാസ്സിലായാലും ആ കൂട്ടുകാരൻ ഒരു പാട്ട് എങ്ങനെ പാടിയാലും അതിന് കയ്യടി വീഴും, അത് ആസ്വദിക്കും, നന്നായിരിക്കുന്നു എന്ന് പറയും. ഇതൊരു സംഗീത ചികിത്സാ സമ്പ്രദായം കൂടിയാണ്. നാം അറിയാതെ, നമ്മൾ അറിയാതെ പാട്ടുകൾ വരുന്നു, ചുണ്ടുകളിൽ പാട്ടുകൾ ഇങ്ങനെ മൂളി മൂളി നടക്കുന്നത് ക്ഷീണമകറ്റുവാനും എനർജി ലെവൽ കൂട്ടുവാനും വളരെ നല്ലതാണ്.